ഹലോ! ഇതൊരു ട്രിപ്പ് വ്ളോഗാണേ. മസനഗുഡി വഴി ഊട്ടിയിലേക്കായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. 2 ദിവസത്തെയായിരുന്നേ. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസൊന്നും വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ രണ്ടാമത്തെ ദിവസത്തെ ഞാൻ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെ ഉണ്ണിക്കുട്ടൻ എടുത്ത കുറേ വീഡിയോസാട്ടോ. കാലത്ത് ഒരു 6 മണിയൊക്കെ തന്നെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാലക്കാടൊക്കെ എത്തിയപ്പോഴായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയത് കേട്ടോ. എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടൻ നിന്നിട്ട് എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇരുന്നു. എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ എല്ലാം നോക്കിയും കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഉണ്ണിക്കുട്ടനെ ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ മോശമായിരുന്നു കേട്ടോ ഫുഡ്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ വിഷമമൊക്കെ മാറ്റാൻ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ കുറേ മാനിനെയും മയിലിനെയും എല്ലാം കണ്ടു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മസനഗുഡിയിലുള്ള മിസ്റ്റി വുഡ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ ഞങ്ങൾ എത്തി. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. പിന്നെ കാലത്ത് എണീക്കേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ കാലത്ത് തന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഞങ്ങൾ മൃഗങ്ങളെ കാണാൻ വേണ്ടി ജസ്റ്റ് ട്രക്കിങ്ങിന് പോയായിരുന്നേ. പക്ഷെ ഒന്നും കാണാനും പറ്റിയില്ല, കണ്ടതാണെങ്കിലോ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ കുറച്ച് നേരം അവിടെയെല്ലാം നടന്ന് ഞങ്ങൾ നേരെ റിസോർട്ടിൽ പോയിട്ടോ. അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് നേരെ ഊട്ടിയിലേക്ക് പോകാനേ. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, തിരിച്ചു പോവാട്ടോ. പട്ടിനുണ്ട്, കൊറേ പട്ടീനെ കണ്ടു, പിന്നെ പുലിനെ കണ്ടു. പക്ഷെ എന്താ ഷൂട്ട് ചെയ്യാനൊന്നും പെട്ടെന്ന് പറ്റിയില്ല. പിന്നെ മാനിനൊക്കെ കണ്ടു. നീ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ കേട്ടാ, മാനിന്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതില് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ തിരിച്ചു കയറി പോവാണ് ചെമ്പരത്തി. ഓ മൈ ഗോഡ്, ചെമ്പരത്തി പുതിയ സാധനമാണല്ലോ. ആദ്യമായിട്ട് പ്രതീക്ഷിച്ചതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ ഇതെങ്കിലും ഇത് കാണട്ടെ എന്ന് വിചാരിച്ചു. അമ്മേ, അപ്പൊ ഇവിടെ തിരിച്ചു കയറാണ്, തിരിച്ച് വണ്ടിക്ക് പോവാണ്. ഹോട്ടലിലെത്തി ഫ്രഷായി കഴിഞ്ഞിട്ട് ഊട്ടിയിലേക്ക് പോവും. പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് കേൾക്കാം. നമ്മളങ്ങനെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ റൂമിൽ പോകണം, ഫ്രഷ് ആവണം. കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ എന്താ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാലത്തിന് നേരെ എണീറ്റ് പോയതാട്ടോ. അപ്പോൾ പക്ഷെ കാണാനൊന്നും പറ്റിയില്ല. പ്രത്യേകിച്ച് കണ്ടതാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ലല്ലോ. പക്ഷെ ഉണ്ണിക്കുട്ടൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിൽ കയറാണ്. നേരെ റൂമിൽ പോയിട്ട് ഫ്രഷാവും. ഇവിടെ കണ്ട നല്ല കാറ്റാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ രാത്രി നിൽക്കുന്നത് നോക്കിയപ്പോൾ നല്ല പേടിയായി. നല്ല കാറ്റും ഇരുട്ടും എല്ലാം കൂടെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിരുന്നു. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ പേടിപ്പിക്കാൻ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നേരെ പോയി ഫ്രഷ് ആവാം. നിനക്ക് എന്താ വേണ്ടേന്ന്? ഓ തരാം. റൂമൊക്കെ അടിപൊളിയാണ്. ഇന്നലെ എല്ലാം കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ. ബട്ട് എന്താ ചെയ്യുക, ഇന്നലെ ഞാനത് കൊളാക്കി. എനിക്കൊട്ടും വയ്യായിരുന്നു. സോ അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് വ്ളോഗൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറേ വീഡിയോ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും വ്ളോഗൊന്ന് വിചാരിച്ച് കാണാമല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഹലോ, അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അമ്മയൊക്കെ റെഡി ആവാം കേട്ടോ. അമ്മയും അച്ഛനും ഞാനും അന്നും ഇവിടെ റെഡിയാണ്. കുക്കുടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 3 പേരും ഓൾ സെറ്റാണ്. എൻ്റെ ലുക്കൊന്നും ആരും നോക്കണ്ട, ബിക്കോസ് നല്ല തണുപ്പാണ്. പിന്നെ ഇത് ഈ കോട്ടും സംഭവമൊക്കെ ഇട്ട കാരണം ഇട്ട ഡ്രസ്സ് വരെ മര്യാദയ്ക്ക് കാണുന്നില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല ഹെയർ സീറം ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുടി വൃത്തിക്ക് കെട്ടാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ വെച്ചൊന്നും ഇങ്ങനെ തന്നെ കെട്ടാൻ കുഴപ്പമൊന്നുമില്ലല്ലോ.
അല്ലേ? അപ്പോൾ ഇനി നേരെ ഞങ്ങൾ ആരൊക്കെ റെഡി ആയെന്ന് എല്ലാവരുടെയും പോയി നോക്കിയിട്ട് വരാം. ഫസ്റ്റ് തന്നെ അച്ഛമ്മൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് പാപ്പൻ്റെയും മേമ്മയുടെ അടുത്തേക്ക് പോവാം. ബൈജ് തുറന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? തുറന്നിട്ടുണ്ട് അവർ. അപ്പോൾ അവർ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മേനെ നോക്കാം. പിന്നെ നേരെ പാപ്പൻ്റെ അവിടേക്കും പോവാം. ഇപ്പോൾ ബൈജങ്ങളെ കണ്ടപ്പോൾ കുക്കുട് അവർ ഒരുമിച്ച് ചായ ആയോ എന്ന് നോക്കാനായിട്ട് പോയി. അപ്പം ഞാൻ ഇവിടെ ജയാൻറ്റി റെഡി ആയോ എന്ന് നോക്കാം. അതിന് വേണ്ടി വന്നേക്കാണ്. കൊളമ്പെല്ലാം റെഡിയായോ? റെഡിയായോ? ആൻറ്റി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ ഹെയർ ജെൽ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഒതുക്കി. ഇനി നേരെ ഇവർ റെഡിയായോ നോക്കാം. അച്ഛമ്മയൊക്കെ റെഡിയായേ. നീ ഞങ്ങൾക്ക് നേരെ മേമേരെ അടുത്തേക്ക് പോവാം. അമ്മ റെഡിയായാ? നവാ വീഡിയോ എടുക്കണ്ടേ? ഭക്ഷണം കഴിക്കാം. മേമ റെഡി ആയോ? കൂടുക ഉണ്ണിക്കുട്ടൻ ഇവിടെ റെഡി ആയി ഇരിപ്പുണ്ട്. എന്താടാ അവരൊക്കെ റെഡി ആയാ? പാപ്പ റെഡി ആയോ? മാമിയോ? ഇവിടെ കിളികൾ കൂട് കൂട്ടാമെന്ന് പറയുന്നേ. ഇത് വീണ്ടും വന്നിണ്ടേ. എല്ലാവിടെ നിന്ന് കൂട് കൂട്ടാം. നല്ല രസമുണ്ട്. കാണാൻ പറ്റുണ്ടാവോ നോക്കാം. എവിടെ പന്നി? ദേ പന്നി. ഇവിടെ നിൽക്കുമ്പോ ഓരോന്നായിട്ട് കാണാൻ പറ്റുന്നു. നേരത്തെ മാൻ പോയില്ലേ? ഷോ കാണാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയി എടുക്കായിരുന്നു. അവിടെ ഉണ്ടായില്ലല്ലോ. ഓക്കെ മല്ല കൊള്ളാം, നല്ല വ്യൂ. ഇനി നേരെ ഊട്ടിയിലേക്കല്ല നമ്മള്? അതെ. മേമേ റെഡി ആയോ? പോവാം. അയ്യോ നമുക്ക് ഫുഡ് റെഡി ആയോ നോക്കി തരാം. ബാക്കിയല്ല അത് റെഡി ആയിട്ടുണ്ട്. അമ്മന്റെ ഇവിടെ ഫുഡ് എടുത്തോണ്ടിരിക്കാണ്. ഉണ്ണിയൂട്ടൻ്റെ ഇവിടെ കഴിച്ചു തുടങ്ങി. നീ എന്താണ്? ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും. എനിക്ക് ചട്നി അത്ര ഇഷ്ടമല്ല, സോ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും എടുത്തു. നമുക്കിത് വേഗം കഴിക്കാം. എൻ്റെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉണ്ണിയൂട്ടൻ്റെ ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞിട്ട് ബ്രെഡ് എടുത്തുക്ക. പിന്നെ ഇതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. പാപ്പനെന്ത് ഇഡ്ഡലി കഴിക്കുക. ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ട് വാട്ടർമെലൺ എടുത്തു. എനിക്ക് ബ്രെഡിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല, സോ വാട്ടർമെലൺ കഴിക്കാമെന്ന്. ഇങ്ങനെ കടിക്കും തുമ്പത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നല്ല മണം. ഒരു മാങ്ങി ഒരു ഹലോ. അപ്പം നമ്മൾ ചോളും
മാങ്ങയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന്. ഇത് ഈ സ്ഥലം എന്തുവാടാ? ഈ സ്ഥലം ഏതാ? പൈൻ ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ എല്ലാവരും കൂടെ എവിടെ എന്താണ് ഇറങ്ങാണ്. അവരിതേ അവിടെ നിന്ന് വരുന്നുണ്ട്. ഹേയ്, ഇവിടേക്ക് ഇറങ്ങാൻ കുറച്ച് പണിയാട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തായിരുന്നു വീഡിയോ. കണ്ടോ, ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. കണ്ടോ, നല്ല വ്യൂവാ. ഇതിൻ്റെ കൂടെ നല്ല തണുപ്പുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് കിട്ടണേട്ടാ. അവിടെ ഇരുന്ന വെള്ളറക്കം എടുക്കാം. നമ്മള് ബോട്ടിങ്ങിന് പോകാന്ന് വെച്ചിട്ട് ബോട്ടിങ്ങിന് പോയില്ല. മറ്റേ പെഡലിക്ക് പോയി ചവിട്ടാനായിട്ട്. പക്ഷെ അതൊന്നൊന്നര പണിയായിരുന്നു. 4 സീറ്റ് വിചാരിച്ചപ്പോൾ ഞാൻ 4 സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 4 പേര് ചവിട്ടലാണ്. പക്ഷെ 2 പേര് ചവിട്ടും, ബാക്കി 2 പേര് ഇരുന്ന് സുഖിക്കലായിരുന്നു സംഭവം. അപ്പോൾ കുറച്ച് പേര് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ഞങ്ങളിത് തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ചു കയറാൻ പോവാ. കോണ നെയ്യ കഴിച്ചോക്കട്ടെ. കൊള്ളാം. നമുക്കങ്ങനെ സീറ്റ് കയറാം. സീറ്റ് കോണ കഴിച്ചിട്ട് വെള്ളം കുടിക്കാം. കുതിര പുറത്താ. ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ഗാർഡനിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. നമ്മൾ താഴത്തുനിന്ന് പതുക്കെ മുകളിലേക്ക് കയറി വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിക്കൂടെ വീണ്ടും താഴത്തേക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കയറി വന്നപ്പോൾ താഴത്തേക്ക് ഇപ്പോൾ തോന്നുന്നില്ല. ഇവിടെ എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ എന്താ സംഭവം? ഓ, വെറുതെ കൂടെ പോകാലോ അല്ലേ? നൈസ്. ഓ, കൊള്ളാലോ. ഒന്നുമില്ല, ബട്ട് അതിൽ കൂടെ വരാൻ നല്ല രസമുണ്ടല്ലോ. വെറുതെ ഈ വഴി വന്നതാ. ഇവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. വെയിറ്റ് ചപ്പ കാണിക്കാവേ. എന്താ പോസ്? അടുത്തതായി കപ്പിൾസ് ഫോട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ലാസ്റ്റത്തെ പ്ലേസ് ആട്ടോ, ഗാർഡൻ. ഇവിടെ നിന്ന് ഇനി ഇതിലൊന്ന് കയറണം. അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മള് വീട്ടിലേക്ക് പോവാ. ലാസ്റ്റ് ഏരിയ, ട്രിപ്പിലെ ലാസ്റ്റ് സ്ഥലം. അമ്മേ, മുകളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഒരു വഴിയായി. എല്ലാവരും താഴെയാണ്, ഞാനും ഇവിടെയാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. നല്ല വെയിറ്റിംഗ്. അതെ അതെ, ഇവിടെ ചെറിയൊരു കൺട്രോളിങ്ങിലാണ്. അല്ലാണ്ട് ഇതെല്ലാവരും വരുന്നുണ്ട്. സോ നമുക്ക് പോവാം. ഫൈനലി
ഇവർക്കൊക്കെ പേടി, ഇവരാരും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. വ്യൂ ഒക്കെ കണ്ട് പതുക്കെ കയറി വരാണ്. അപ്പോഴേക്കൊരു വഴിയായിട്ടോ, വയ്യാണ്ടായി കയറി വന്നപ്പോഴേക്കും ഞങ്ങളിനി നേരെ വണ്ടിയിലേക്ക് പോവാണ്. വണ്ടി കയറാം. നെക്സ്റ്റ് എങ്ങോട്ടമ്മ? ഗാർഡനിൽ പോവാ. ഫസ്റ്റ് വണ്ടി കയറാം. പകുതി പേരൊന്നും വന്നിട്ടുണ്ടായില്ല, ഞങ്ങൾ കുറച്ച് പേര് പോയുള്ളൂ. കയറും. ഈ വ്ളോഗിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. പിന്നെ ഈ ട്രിപ്പിൽ ഫുഡ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുറേ സിറ്റുവേഷൻസിൽ ഞാൻ വ്ളോഗിൻ്റെ കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ട്.